പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവെ, ചില കൊച്ചു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നുണ്ട് ഈശോയെ. അതിൻ്റെ മേലെ കർത്താവ് അതിനേക്കാൾ വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടം കുറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈശോയെ. പലരും പേടിച്ച് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഈശോയെ, ഒരു തൊഴിൽ സംരംഭം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുതൽ മുടക്കിൽ അതേ ജോലി തന്നെ അവിടെ തന്നെ വന്ന് ചെയ്യണ കാരണം കർത്താവെ, ഇനി ജീവിക്കേണ്ട കാര്യമില്ല, ഇനി എനിക്കറിയാവുന്ന തൊഴിൽ ഇതാണ്, ഇതും കൊണ്ട് എന്നെ പൊറുപ്പിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് വേദനിക്കുന്നവരെ ഞാൻ പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദനെ സാമ്പത്തിക കടങ്ങളുള്ളവർ, ജപ്തി നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കുമ്പോൾ കർത്താവ് നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, വിറ്റുചുട്ട് പോയാൽ മതി, പക്ഷെ വിൽക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല. ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. പഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്.
എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ സ്റ്റാറ്റസിനെ ടോർപ്പഡോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അണക്കെട്ടുകളാണ് തുറക്കാൻ പോണത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പം ഈ സാത്താനില്ലേ, സാത്താൻ യേശുവിൻ്റെ അടുത്ത് ഉയർത്തണ വെല്ലുവിളികൾ, ചാലഞ്ചസ് എന്താണ്? സ്റ്റാറ്റസിൻ്റെ ചാലഞ്ചസ് ആണ്. ആദ്യം സാത്താൻ ചെയ്യണത് യേശുവിൻ്റെ സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെയൊക്കെ ആദ്യം സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്തായിട്ടല്ല, അപ്പം നമ്മളെ നിറം മാറും. പിന്നെ നമ്മളത് അവൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ വേണ്ടി നമുക്കൊരു വെല്ലുവിളി, ഒരു പ്രലോഭനം ഉണ്ടാകും. ദാറ്റ് ഈസ് ടെംപ്റ്റേഷൻ. യു ആർ സേയിങ് അട്ടർ നോൺസെൻസ്. നിങ്ങളെന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട, ഞാനത് തന്നെയാണെന്ന് പറയും. അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ സ്റ്റാറ്റസിന് ഇവൻ ഇതാണ്, നീ ദൈവപുത്രനാണ്. സ്റ്റാറ്റസ് അല്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. ഇപ്പം നമുക്ക് ഒരു പ്രലോഭനം തോന്നും. എന്താ ചെയ്യാൻ സാത്താൻ ചെയ്യണത്? എന്താണ്? നമ്മൾ കല്ലുകൾ അപ്പമാക്കി കാണിക്കും. പക്ഷെ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് മുഴുവൻ എല്ലാവർക്കും കല്ലപ്പമാക്കാൻ പറ്റുമോ? ഇപ്പോൾ വിശപ്പ് എന്നുള്ളൊരു വിഷയത്തെ ജീസസ് വളരെ തന്ത്രപരമായിട്ട് വിശപ്പുമായിട്ട്, മാനവരാശിയുടെ മുഴുവൻ വിശപ്പുമായിട്ട് യേശു വിശപ്പെന്ന് പറയുന്ന വലിയ ആ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയവുമായിട്ട് ഈശോ കണ്ടുമുട്ടുന്ന സമയമാണത്. പല ആൾക്കാരും വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തെ തള്ളി പറയണത്, അല്ലേ? വിശപ്പിൻ്റെ പേര്, നിരീശ്വരവാദത്തിൻ്റെ ഒരു ഭാഗം വരണത് വിശപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ്. യൂറോപ്പ് നിരീശ്വരവാദത്തിലേക്ക് ഇപ്പോൾ പോണത് അവർക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ വിശപ്പ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേ ഈശോ എന്താ പറയണത്? വിശപ്പിനെ കുറിച്ച് എന്താ പറയണത്? ലൂക്കാ 4:3 വായിച്ചേ. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾക്ക് ഡീപ്രമോട്ട് ചെയ്യാം, പക്ഷെ വേറെ ആൾക്കാർ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യാം. ഇപ്പൊ ഇനി ദൈവപുത്രനല്ല എന്നാണല്ല പിശാച് പറയണത്. അതുപോലെ നിങ്ങൾ ചെയ്യണത് ശരിയല്ല,
നിങ്ങൾ തട്ടിപ്പാണെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ? ചിലർ അങ്ങോട്ടും വഴക്കിടുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂത്രശാലിയാണ്, എനിക്ക് ഇപ്പോഴാണ് നിങ്ങളെ മനസ്സിലായതൊക്കെ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഭർത്താവ് ചോദിക്കും, നിനക്ക് എന്നാ കുന്താ മനസ്സിലായെന്നാ പറയണത് എന്ന് തിരിച്ചു ചോദിക്കും. ഒരു കാര്യം, ഇപ്പം സ്റ്റാറ്റസ് ഒരു പ്രോബ്ലമാണ്. മാതാവ് ഈ വിഷയത്തിൽ പറയുമേ, ശക്തനായവൻ, Luka 49. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടെന്താണ് വലിയ കാര്യം? എന്താണ്? ലൂക്ക 1:48. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഈ സ്റ്റാറ്റസ് മാതാവ് സ്വയമായിട്ട് ചുരുക്കി ലോ ചെയ്ത്, അതാണ് താഴ്മയെന്ന് പറയുന്നത്. മറ്റുള്ളവർ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കണത്. പക്ഷേ ആധ്യാത്മിക മാർഗം എന്ന് പറയണത്, മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ലോ ചെയ്യണം. എന്താ കാര്യം? ശക്തനായവൻ അവിടെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത്, അതായത് ആ ഉയർത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഉയർത്തിയിരിക്കണം. എന്താ പറഞ്ഞത്? ഉയർത്തിയിരിക്കണെ കുറിച്ച് എന്താ പറഞ്ഞത്? Luka 1:52. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ആരുയർത്തി? നാട്ടുകാരും വീട്ടുകാരും പാർട്ടിക്കാരും അല്ല, പിന്നെ ആരാണ്? ദൈവം. ഇപ്പൊ ദൈവം ആരാണ് ഉയർത്തണത്? സ്റ്റാറ്റസ് ലോ ചെയ്യുന്നവരെ ഉയർത്തും. മറ്റുള്ളവർ സ്റ്റാറ്റസ് നമ്മളെ ലോ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം മാതാവിനെ പോലെ. അതിനെന്താ മാതാവ് ചെയ്തിരിക്കണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 19:19 എടുക്ക്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചത് എന്താ അവസ്ഥ അറിയാമോ? ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അവരെന്താ അട്ടയന്മാരല്ലേ പറയണത്? അട്ടയന്മാരെന്താ പറയണത്? ഇതാണ് രാജശിശു, നമ്മളോട് പറഞ്ഞ പോലെ തന്നെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കണം എന്ന് പറയും. അപ്പോൾ രാജശിശു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കുന്ന കാര്യമാണ് ഈ അപ്പോസ്തലന്മാർ സ്റ്റാറ്റസ് അല്ല, ഈ അട്ടയന്മാർ സ്റ്റാറ്റസായിട്ട് പറയണത്. മറിയമാകട്ടെ ഈ വിഷയം ഹൃദയം സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്റ്റാറ്റസ് ലോ ചെയ്ത് ദൈവം മറിയത്തിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തത് മറിയം അക്സെപ്റ്റ് ചെയ്തു. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. 5ാമത്തെ ദൈവരഹസ്യത്തിൽ എന്താ പറയണത്? സ്വലോകങ്ങളുടെ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെടുമ്പോൾ ഈ സ്റ്റാറ്റസ് ഉയർത്തിയ ആളെയാണ്, സ്റ്റാറ്റസ് താഴ്ത്തിയ ആളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. സ്വർഗത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ദൈവവചനത്തിൽ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണത്. അത് നമ്മൾക്ക് ലോ ചെയ്യാൻ പറ്റും. അടിച്ചേൽപ്പിക്കപ്പെട്ട ലോയുണ്ട്, മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. ഇതെല്ലാം ആധ്യാത്മികതയുടെ വഴിയാത്രയിലുള്ള മൈൽ സ്റ്റോണുകളാണ്. എൻ്റെ പേര് മേരി ജെയിൻ. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിനാദ്യം തന്നെ തിരുക്കുമാരന് ഒത്തിരി ആരാധനയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതിയും വണക്കവും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യം എൻ്റെ മൈഗ്രെയിൻ മാറിയതാണ്. മൈഗ്രെയിൻ എനിക്ക് ഏകദേശം ഒരു 34 വർഷമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കണത് ചെറുതിലെ ഒരു 3-4 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന ഇരിക്കും. അപ്പം എൻ്റെ എൽഡർ ബ്രദേഴ്സൊക്കെ പഠിക്കാനുണ്ട് സ്കൂളിൽ. അപ്പം ബ്രദേഴ്സിൻ്റെ ഒപ്പം എന്നെ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വിടാറുണ്ട് തലവേദനയായിട്ട്. അപ്പോഴൊക്കെ തലവേദനയ്ക്ക് വേണ്ടി ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എല്ലാം ചെയ്തു നോക്കി. അപ്പം അലോപ്പതിയൊക്കെ കാണുമ്പം കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കുറേ കണ്ണ് ടെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ ആയിരുന്നു. പക്ഷെ തലവേദന ഒരിക്കലും മാറണുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വലുതാവും തോറും തലവേദനയുടെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു.
ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. പിന്നീടെങ്കിൽ എനിക്ക് പാരസെറ്റാമോൾ ഇല്ലാതെ എനിക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. ഞാൻ എവിടെ പോയാലും എൻ്റെ ബാഗിൽ പാരസെറ്റാമോൾ ഉണ്ടാവും. അങ്ങനെയായിരുന്നു. തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ തോർത്തൊക്കെ വെച്ച് നെറ്റിയിലൊക്കെ കെട്ടി ഭയങ്കര ഇതായിട്ടായിരുന്നു. എനിക്ക് പിന്നെ വെട്ടം കാണാൻ പാടില്ല, ആരെങ്കിലും സംസാരിക്കണത് കേൾക്കാൻ പാടില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് മാറാത്തതുകൊണ്ട് പിന്നെ ഞാനത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റി. പിന്നെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ ജോലി സ്ഥലത്ത് തലവേദനയൊക്കെ വരുമ്പം എനിക്ക് ചാർജ് ഡ്യൂട്ടി ഇടയ്ക്ക് എടുക്കുമ്പം, ഞാനൊരു നേഴ്സാണ്, ചാർജ് ഡ്യൂട്ടി ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കോവർക്കേഴ്സിനെ സമീപിച്ചിട്ട് പറയും, ഇന്ന് എനിക്ക് വേണ്ടി ചാർജ് ഡ്യൂട്ടി ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഒത്തിരി വിഷമമായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ അതെൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കി പോന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പം കഴിഞ്ഞ മെയ് മാസത്തിലെ മാതാവിൻ്റെ 9 ദിവസത്തെ വണക്കമാസം നൊവേനയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പം 8 ദിവസം കഴിഞ്ഞു. പിന്നെ 8ാമത്തെ ദിവസം എനിക്ക് ഭയങ്കര തലവേദന. എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റണില്ല. എനിക്ക് ആ അച്ഛൻ്റെ ടോക്കൊന്ന് കേൾക്കാൻ പോലും എഴുന്നേറ്റിരിക്കാൻ പറ്റണില്ല. അപ്പോൾ ആ സമയത്ത് അച്ഛനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ടോക്കിൽ പറയണ കേട്ടു, നിങ്ങൾ ഈ തലവേദന ഇങ്ങനെ അസുഖങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി വെക്കാതെ അത് പ്രാർത്ഥിക്കണം. പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് മാതാവ് മാറ്റിത്തരും. ഈശോനോട് ചോദിച്ചിട്ട് അതെന്തായാലും നിങ്ങൾക്ക് തരും. നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്ക് എന്നുള്ള അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടായിരുന്നു. അപ്പം ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്കിതിനുള്ള യോഗ്യതയൊന്നുമില്ല, പക്ഷേ നിൻ്റെ തിരുക്കുമാരൻ്റെ അടുത്തുനിന്ന് നീ ഇതെനിക്ക് വാങ്ങിച്ച് തരണം. എനിക്ക് എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് പോലും എനിക്ക് നടക്കണില്ല തലവേദന കൊണ്ട്. എനിക്ക് എന്തായാലും അത് വാങ്ങിത്തരണം മാതാവേ എന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ മെയ് മാസം തുടങ്ങി ഇന്നേ വരെ എനിക്ക് തലവേദന വന്നിട്ടില്ല. സാധാരണ എനിക്ക് ഒരു മാസത്തിൽ ഒരാഴ്ചയൊക്കെ മാത്രമാണ് ഒരു നല്ല തലവേദന ഇല്ലാതെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എനിക്ക് തലവേദന പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നേ വരെ, ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞു, 3 മാസമായി, ഇതുവരെ ആയിട്ട് എനിക്ക് തലവേദന വന്നിട്ടേ ഇല്ല. പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ IELTS എക്സാമിനെ കുറിച്ചാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം 3 വർഷത്തിന് മുമ്പ് എൻ്റെ ഫാമിലി ഇങ്ങോട്ട് തിരിച്ചു പോന്നു. മക്കളൊക്കെ വലുതായി. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ. അപ്പം പിന്നെ എനിക്ക് വിഷമമായി. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ കൂടെ ആരുമില്ല. അപ്പം ഞാൻ അതിനു മുമ്പ് US പോകാനായിട്ട് 2008 എൻ്റെ RN എക്സാമൊക്കെ കഴിഞ്ഞതായിരുന്നു, അതിന് പാസ്സായതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് റിസഷൻ വന്നു. പിന്നെ എനിക്കൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ സൗദി അറേബ്യയിലോട്ട് ജോലിക്ക് വേണ്ടി പോയതാണ്. പിന്നെ ഞാൻ ആ US ജോലി ഉപേക്ഷിച്ച പോലെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി വെച്ചപ്പം ഞാൻ US ജോലിയും IELTS ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഞാൻ IELTS എഴുതാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു 3 പ്രാവശ്യം IELTS എഴുതി. എനിക്ക് 6.5 സ്കോർ തന്നെ ഉള്ളൂ, വേറെ സ്കോർ കിട്ടണില്ല. ഞാനപ്പം ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് എന്താ അത് കിട്ടാത്തത്. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, ചേച്ചിക്ക് അത് കിട്ടും, ചേച്ചി എഴുത്, എന്തായാലും കിട്ടും എന്നൊക്കെ പറയും. പക്ഷേ അത് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാനിവിടെ 2019 ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് കൊറോണ ആയതുകൊണ്ട് പിന്നെ ഞാൻ വന്നത് 2021 വരുമ്പം എന്നോട് ബ്രദർ പറഞ്ഞു, നിനക്ക് എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദർ എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂൾ എനിക്ക് കിട്ടണില്ല, ബാക്കി എല്ലാത്തിനും സ്കോർ വരണുണ്ട്. അപ്പം ബ്രദർ എന്നോട് പറഞ്ഞു, നിനക്ക് അടുത്ത പ്രാവശ്യം നീ ഇവിടെ വരുമ്പോൾ സാക്ഷ്യം പറയണം, നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എന്ന് വെച്ചാൽ ഒത്തിരി എനിക്ക് തന്നെ ഒരു ധൈര്യം പോലെ തോന്നി. ഞാൻ എന്നിട്ട് സൗദി അറേബ്യയിൽ വെച്ചാണ് എക്സാം എഴുതിയത്. അവിടെ വെച്ച് എഴുതിയപ്പം എക്സാം കുഴപ്പമില്ലായിരുന്നു. റിസൾട്ട് ഭയങ്കര കോൺഫിഡൻസോടുകൂടെ നോക്കി. അപ്പോഴും എനിക്ക് സ്പീക്കിംഗ് 6.5, ലിസണിങ് ഒക്കെ 8 അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ സ്പീക്കിംഗ് സെയിം സ്കോർ തന്നെ എല്ലാത്തിലും കിട്ടുന്നു. ഞാൻ ഇപ്പോൾ ഒത്തിരി വിഷമിച്ചു. ഞാൻ മാതാവിൻ്റെ അടുത്തിരുന്ന് ഒത്തിരി കരഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു വചനം വന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും, നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പം ഞാൻ എന്നെ തന്നെ ആത്മശോധന ചെയ്യാൻ തുടങ്ങി. എന്താണ് എൻ്റെ പ്രശ്നം, എന്താ? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കും. ആരെങ്കിലും എന്തെങ്കിലും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ പറയും, അയ്യോ അവരെന്തായാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്തായിരിക്കും അങ്ങനെ കാരണം, ഞാനൊന്നും അവരോട് ചെയ്തില്ലല്ലോ, അങ്ങനെ ഓർത്ത് എനിക്ക് വിഷമിച്ചുകൊണ്ട് നടക്കാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ
എൻ്റെ വിചാരം അത് കുഴപ്പമൊന്നുമില്ല, അതൊരു പാപമല്ല, തെറ്റല്ല എന്നായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അതെൻ്റെ അഹങ്കാരം കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഞാനൊരു വലിയ വ്യക്തിയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അവരങ്ങനെ എന്തെങ്കിലും പറയുമ്പം ഞാനങ്ങനെ വിഷമിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി. പിന്നെ അങ്ങനെ ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തുമ്പം എനിക്ക് തോന്നണത് അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്നെ കൂടുതൽ കറക്റ്റ് ചെയ്യാനാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്ക് വന്നു. പിന്നെ എനിക്ക് ആരെന്ത് പറഞ്ഞാലും അവരോടൊരു വിഷമം തോന്നാറേ ഇല്ല. ദൈവം അനുവദിച്ചിട്ടാണ് അവരത് പറയണത്, അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എനിക്ക് കിട്ടി. അത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി. എനിക്കെന്തോ ഭയങ്കര സമാധാനമോ ആശ്വാസമൊക്കെ അതിൽ നിറയണ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം എനിക്ക് ഡേറ്റ് എടുത്തത് May 7 IELTS എക്സാം എഴുതാൻ. അപ്പം അന്ന് ഞാൻ ഡേറ്റ് എടുക്കണതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം December 7 അപ്പോൾ എനിക്ക് ഈ May 7 എൻ്റെ കൂടെ നീ എക്സാമിൽ വരണം, നീ തന്നെ പറയണം, നീ തന്നെ കേൾക്കണം, നീ എഴുതണം. അങ്ങനെ ഞാൻ ഒത്തിരി മാതാവിനോട് പറഞ്ഞു, മാതാവ് തന്നെ വന്ന് ചെയ്യണം, എനിക്ക് അതിനുള്ള കഴിവില്ല, എൻ്റെ കഴിവല്ല, മാതാവ് എനിക്കത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഓൺലൈൻ കോച്ചിങ്ങോ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ വചനം വായിക്കും, പ്രാർത്ഥിക്കും, ദൈവത്തിൽ വിശ്വസിച്ച് അങ്ങനെ പിന്നെ ഞാൻ പഠിച്ചത് വെച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തേ ഉള്ളൂ, അല്ലാതെ ഞാൻ കോച്ചിങ്ങിനൊന്നും പോയില്ല. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞപ്പം എനിക്ക് ആവശ്യമുള്ള സ്കോർ കിട്ടി, ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നെയുള്ളത് എൻ്റെ RN പ്രോസസ്സിങ് ആയിരുന്നു. അപ്പം IELTS കിട്ടിയപ്പം പിന്നെ എനിക്ക് RN എൻ്റെ US പ്രോസസ്സിങ്ങിനുള്ള പിന്നെയുള്ള കാര്യങ്ങൾ തുറന്നു വന്നു. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു ഏജൻസിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിനക്ക് ഞാൻ സൗദി അറേബ്യയിൽ ലേബർ ആൻഡ് ഡെലിവറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിനക്ക് അധികം സ്കോപ്പില്ല, നീ 1 വർഷം മെഡിക്കൽ സർജിക്കൽ ഏതെങ്കിലും എക്സ്പീരിയൻസ് ആക്കിയിട്ട് നീ വാ, അപ്പം നിൻ്റെ നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനപ്പം പ്രാർത്ഥിച്ചു, ദൈവമേ നീ ആഗ്രഹിക്കണതാണെങ്കിൽ എനിക്കിത് തരണം, എനിക്ക് വേറെ വഴിയില്ല, ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യണത്, എനിക്ക് വേറെ മെഡിക്കൽ സർജിക്കലിന് എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് സാധ്യമല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഏജൻസി എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, ബെഡ് സൈഡ് നേഴ്സായാൽ മതി, നിൻ്റെ പ്രോസസ്സിങ് ചെയ്യാം, നിൻ്റെ ബാക്കി പേപ്പറുകളെല്ലാം ഫോർവേഡ് ചെയ്യണം, അങ്ങനെ പറഞ്ഞു. അങ്ങനെ എനിക്കെല്ലാം ഓരോ പേപ്പറുകളും ഒത്തിരി പേപ്പറുകൾ വേണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനപ്പോൾ ഡയറക്റ്റ് ഏജൻസി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആരോടും എനിക്ക് ചോദിക്കാനില്ല. പക്ഷെ ഓരോ ഇത് വരുമ്പോഴും മാതാവ് തന്നെ എനിക്ക് ഓരോ കാര്യങ്ങളും വഴി തുറന്ന് തന്നു. ഞാൻ മലേഷ്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവിടുത്തെ PCC വേണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം മലേഷ്യൻ PCCനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആർക്കും അറിയത്തില്ല. ഏജൻസികളെ സമീപിച്ചു, അവരൊക്കെ പറയണത് അവിടെ ഡയറക്റ്റ് പോയി എടുക്കണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതെല്ലാം ഒരു ദിവസം എങ്ങനെയോ ആരൊക്കെയോ വഴി എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, അതുവഴി എനിക്ക് ഓരോ ഫോൺ നമ്പർ തന്നു, അതനുസരിച്ചിട്ട് ഞാൻ ചെയ്തു. അപ്പം ഡയറക്റ്റ് മലേഷ്യൻ എംബസിയിൽ ഒരാളായിട്ട് സംസാരിക്കാൻ പറ്റി, അവരതിനുള്ള വഴികൾ പറഞ്ഞു തന്നു. അങ്ങനെ അതെല്ലാം ഓരോന്നായിട്ട് മാതാവിൻ്റെ കൂടെ വന്ന് അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ചെയ്തു തന്നു. പിന്നെയുള്ളത് എൻ്റെ അടുത്ത സാക്ഷ്യം, എൻ്റെ മോളുടെ പനി വന്നപ്പം ഞാൻ വിശ്വാസ തൈലം പുരട്ടി, പനിയെല്ലാം പൂർണ്ണമായിട്ട് മാറി. അല്ലെങ്കിൽ അവൾക്ക് പനി വരുമ്പം ഭയങ്കര ഹൈ ഫീവറായിരിക്കും, 2-3 ദിവസം നിൽക്കും, അങ്ങനെയായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം വെച്ച് പ്രാർത്ഥിച്ചപ്പം ഈ പനി പൂർണ്ണമായിട്ടും മാറി. പിന്നെ എനിക്ക് അതുകൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി ഭൗതികമായ അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ട് ഈശോ തിരുക്കുമാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ, ഞാൻ ഒത്തിരി ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് അരമണിക്കൂർ വായിക്കാനോ കൂടുതൽ വായിക്കണമെന്ന് ഉൾക്കൊള്ളാനോ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാനൊരു വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് വായിക്കും. പക്ഷേ ഇപ്പം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ബൈബിളിനോ വായിക്കാൻ കൂടുതലൊരു താല്പര്യം, വായിക്കണത് മനസ്സിലാക്കാൻ, അത് വായിക്കുമ്പോൾ അതെന്നോട് തന്നെ സംസാരിക്കണ പോലെയുള്ള ഒരു തോന്നൽ, അത് അങ്ങനെ നല്ലൊരു അനുഭവത്തോടുകൂടി ബൈബിൾ വായിക്കാനുള്ള അനുഗ്രഹം കിട്ടി.
കൂടാതെ കൊന്ത ചൊല്ലാനായിട്ട് ഒത്തിരി കൊന്തകൾ കണ്ടിന്യൂസ് ചൊല്ലാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ക്രൂശിത രൂപത്തിൽ നോക്കുമ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എൻ്റെ ഈശോയെ, എൻ്റെ പാപമാണല്ലോ നീ ഇങ്ങനെ കുരിശിൽ കിടക്കണത് എന്ന് ഉള്ളൊരു അനുഭവമായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ ക്രൂശിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വരണത്, ദൈവമേ എന്നോടുള്ള നിൻ്റെ സ്നേഹമാണല്ലോ ഇത്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഈ സ്നേഹത്തിനെതിരായി ഞാനിന്ന് എന്തൊക്കെയോ എൻ്റെ നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാനന്ന് നിനക്കെതിരെ പ്രവർത്തിച്ചു ഈശോയെ. അങ്ങനെ ഒരു മാറ്റമാണ് എനിക്ക് വന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ വേഗം തന്നെ കുമ്പസാരിക്കാനും ആ രൂപയിലോട്ട് ചേർന്ന് നിൽക്കാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈവൻ ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് നമ്മൾ അകന്ന് പോകുമ്പോഴും മാതാവ് കൂടെ പിടിച്ച് നിർത്തണ പോലെ മാതാവിനെ മകളെ വിഷമിക്കേണ്ട, നീ വാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ആ രൂപയിലോട്ട് പിടിച്ചു നിർത്തി മാതാവ് കൈപിടിച്ച് നടത്തി ഈശോയിലോട്ട് നടത്തണ പോലെ ഒരനുഭവം ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആത്മീയമായിട്ട് പിന്നെ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എത്ര പേരാണ് അങ്ങേ പ്രഘോഷിക്കണത്. എനിക്ക് ഈ നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ എപ്പോഴും മാതാവിൻ്റെയും ക്രൂശിത രൂപത്തിൻ്റെയും നടുക്ക് നിന്ന് അവരെല്ലാവരും ഈശോയെ നിന്നെ പ്രഘോഷിക്കുക. ദൈവം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തരണേ മാതാവ്, എനിക്ക് അവിടെ വന്ന് നിന്നിട്ട് ആൾത്താരയിൽ നിന്ന് യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ നീ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാനാണെങ്കിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മൈക്ക് പിടിച്ച് സംസാരിക്കുകയോ ആരുടെ മുമ്പിൽ വന്ന് പറയുകയോ ചെയ്യാറില്ല. എനിക്കതിനുള്ളൊരു കഴിവില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയത്തില്ല, മാതാവ് തന്നെ എനിക്ക് ഇത് പറയാനുള്ള ഒരു അനുഗ്രഹം കൂടെ മാതാവ് തന്നെ തരുവാണ്. അപ്പം